നമ്മുടെ ഫാമിലിയിലെ കുറേ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു ഫംഗ്ഷൻ വന്നിട്ടുണ്ട്, ഒരു എൻഗേജ്മെൻറ്റ് ഫംഗ്ഷൻ ഉണ്ടാ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നോക്കിയാൽ നമ്മൾ വീടും കാര്യങ്ങളൊക്കെ പൂട്ടി ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വീടിൻ്റെ അടുത്താണ് കട എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒല്ലൂർ പോകണം കടയിലേക്ക്. പക്ഷേ നമുക്ക് ഹെൽമെറ്റ് നിർബന്ധമാണല്ലോ, ഹെൽമെറ്റ് ഇല്ലെങ്കിൽ പണി കിട്ടില്ലേ. അപ്പോൾ നോക്കിയേ ഞങ്ങൾ 4 പേരും ഫാമിലി ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ബൈക്കിലായിട്ടാണ് പോണത്. എനിക്ക് നല്ല ജലദോഷമുണ്ട്, ഭയങ്കര ജലദോഷം എന്ന് പറഞ്ഞാൽ ജലദോഷം. കാലത്ത് നമ്മൾ കർക്കിടക സംക്രാന്തിയുടെ കുറച്ച് വെടുപ്പാക്കലൊക്കെ ഉണ്ടായിരുന്നില്ലേ, അതിലെനിക്ക് തുമ്മൽ പിടിച്ചു. അപ്പോൾ അഭിയേട്ടൻ്റെ ബൈക്ക് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല കേട്ടാ. അപ്പോൾ തറവാട്ടിൽ നിന്ന് അച്ഛൻ്റെ സ്കൂട്ടീനെ അഭിയേട്ടൻ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളത്. അപ്പം നമ്മൾ അതിലായിട്ടാണ് പോണത്. അപ്പോൾ നോക്കിയേ, ഇത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള നായ്ക്കുട്ടികളായിട്ടാ. ഇതിൻ്റെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ഇവർ നമ്മളടുത്തേക്ക് ഓടി വരും. പക്ഷേ പെട്ടെന്ന് നമ്മളടുത്തേക്ക് ഓടി വരുമ്പോഴേ നമ്മൾ പെട്ടെന്ന് പേടിക്കും. നമ്മളല്ല, കുട്ടികളൊക്കെ പെട്ടെന്ന് പേടിക്കട്ടാ. അപ്പോൾ അവളെ കുറച്ച് നേരം ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ നേരെ ഇനി പോകുമ്പോൾ തന്നെ നോക്കിയാൽ നല്ല മഴക്കാരുണ്ടായിരുന്നു കേട്ടോ. ഗംഭീര മഴക്കാരെന്ന് പറഞ്ഞാൽ നല്ല മഴക്കാരുണ്ടായിരുന്നു. കോട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എവിടെയെങ്കിലും കയറി നിൽക്കാമെന്ന് വിചാരിച്ചു. പെട്ടെന്ന് മഴ തോരുമല്ലോ, എന്ത് ചെയ്യാം. പറഞ്ഞ് നമ്മൾ അവിടെ എത്തിയിട്ടും കൂടി ഉണ്ടായിരുന്നില്ല. അപ്പോഴേക്കും കുറച്ച് ദിവസം മഴ ചാറി തുടങ്ങി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, തൊട്ടടുത്തുള്ള കുഞ്ഞനമ്പാറ ജംഗ്ഷൻ ഉണ്ട്, അപ്പോൾ അവിടെ നമ്മൾ കയറി നിന്നു കേട്ടോ. എന്നിട്ട് പിള്ളേർ വിചാരിച്ചു അത് ഷോപ്പാന്ന് വിചാരിച്ചിട്ട് പിള്ളേർ അങ്ങോട്ട് കയറി പോയിട്ടെ. പറഞ്ഞു ഇതല്ലടാ തുണിക്കട, നമുക്ക് തുണിക്കടയിലേക്ക് മാത്രമല്ല നമുക്ക് ചെരുപ്പ് എടുക്കാനും കൂടി പോകണം. നമുക്കിന്ന് കുറച്ചൊരു പർച്ചേസിങ് ഉണ്ട്. നമുക്ക് എടുക്കണില്ല, എനിക്ക് ചെരുപ്പ് എടുക്കുന്നുണ്ട്. പിന്നെ ആബിയേട്ടന് ഡ്രസ്സ് എടുത്തിട്ടുണ്ട്, എനിക്കും ഡ്രസ്സ് ഉണ്ട്. അത് കാരണം ഞങ്ങൾ പിന്നെ എടുക്കാൻ നിന്നില്ല. ഉണ്ണികൾക്ക് മാത്രമാണ് കേട്ടോ എടുക്കണത്. അപ്പോൾ ഇതാണ് നമ്മളുടെ കുഞ്ഞനമ്പാറ ജംഗ്ഷൻ. മറ്റേ നമ്മൾ പാലിയേക്കര ടോളൊക്കെ പോയില്ലേ, ആ വഴി. അങ്ങനെ നേരെ നമ്മൾ കോനിക്കരയ്ക്കാണ് കേട്ടോ വന്നിട്ടുള്ളത്, ഫുഡ് വെയർ ഷോപ്പിലേക്ക്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുട്ടികൾ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ഞാൻ വീട്ടിൽ നിന്നേ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ഒരു സ്ഥലത്ത് പോയാലും അടങ്ങിയൊരു ഭാഗത്ത് ഇരിക്കണം, എവിടെ അതൊക്കെ കാറ്റി പറത്തിക്കൊണ്ട് കേട്ടോ. അവന്മാർ അവിടെ ഓടിക്കൊണ്ട് നടന്ന് കളിക്കായിരുന്നു. അങ്ങനെ നമ്മൾ ചെരുപ്പിൻ്റെ സെക്ഷൻ, ചെരുപ്പ് സെർച്ചിങ് തുടങ്ങിയിട്ടുണ്ട്. വാവയ്ക്കൊരു ചെരുപ്പ് കിട്ടി, വാവ അതിൽ സാറ്റിസ്ഫൈഡ് ആയിരുന്നു കേട്ടോ. പക്ഷേ അപ്പു അങ്ങനെയല്ല, അപ്പു അഭിയേട്ടൻ്റെ കൂട്ടാണ്. എത്ര എണ്ണം കുറേ മാറി മാറി നോക്കി കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഇഷ്ടപ്പെട്ട ഒരെണ്ണായിട്ടേ പിടിക്കുള്ളൂ. വാവ എൻ്റെ പോലെയാണ്, നമുക്ക് പെട്ടെന്ന് മനസ്സിന് പറഞ്ഞാൽ ഓക്കെ ആണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ അതിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഞങ്ങൾ വേഗം പിന്നെ വേറെ സെർച്ച് ചെയ്യാൻ നിൽക്കില്ല. അങ്ങനെ അഭിയേട്ടൻ അതിനെ കുറച്ച് നേരം ചെക്ക് ചെയ്തു. ഇവന്മാരെ കയ്യിലല്ലേ, എന്തായാലും കാര്യമില്ല, 2 മാസം ഓടി കഴിഞ്ഞാൽ ഓടും, അത്രേ പറയാൻ പറ്റുള്ളൂ കേട്ടോ. അങ്ങനെ കുട്ടിപ്പട്ടാളങ്ങളുടെ ഷോപ്പിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക്, അപ്പോൾ എനിക്കും ഫസ്റ്റ് തന്നെ നോക്കിയിട്ട് ഒരു ദൈവം തോന്നിയില്ല. പിന്നെ ആ ചേച്ചി 1-2 വേറെ കൊണ്ടു തന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൽ ഒരെണ്ണം സെലക്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതേതാന്ന് പറയട്ടാ. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ക്രീം. പക്ഷേ എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ടെങ്കിൽ കുരങ്ങൻ്റെ കയ്യിൽ പൂമാല കിട്ടിയ സ്ഥിതിയായിരിക്കും. എന്നുവെച്ചാൽ എനിക്ക് ഈ പറയുന്ന പോലെ വല്ലാണ്ട് നോട്ടമൊന്നുമില്ല. ചിലപ്പോൾ അതിന് കരിമ്പൻ, മറ്റേ മഴക്കാലമല്ലേ, ചിലപ്പോൾ അതിന് കുത്തും കോമയൊക്കെ പിടിച്ചെന്നിരിക്കും. അത് കാരണം ഞാൻ അതിൽ വേറെ ഒരെണ്ണം സെലക്ട് ചെയ്തത്. അപ്പോൾ നിങ്ങൾ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ അഭിയേട്ടൻ അവിടെ പോയിട്ട് GPay ചെയ്ത് കൊടുത്തു. അപ്പൂൻ്റെ കയ്യിൽ കവർ കൊടുത്തു കേട്ടോ ചേച്ചി. മേടിച്ച കവർ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ലേ. അപ്പോൾ എൻ്റെ ചെരുപ്പ് കണ്ടിട്ടുണ്ട്, അതന്നെ കേട്ടാ. ആ പച്ച കളർ ചെരുപ്പാണ് ഞാൻ മേടിച്ചിട്ടുള്ളത്. അത് ഞാൻ ഓൾറെഡി നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ടല്ലേ. ഞാൻ എന്തൊരു മന്തുവാണ്. അങ്ങനെ ഞങ്ങൾ പോരാൻ നേരത്ത് നോക്കിയാൽ വാവ ചെയ്ത പണിയാണ് കേട്ടോ. അവിടെ സ്റ്റൂൾ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ആ സ്റ്റൂളുമ്മൽ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കമത്തിയിട്ടിട്ട് അവൻ കളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ലാസ്റ്റ് നമ്മളെ തുണിക്കടയിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ മേച്ചേരിയിലേക്കായിട്ട് വന്നിട്ടുള്ളത്, ഒല്ലൂർ നമ്മൾ ആശുപത്രി പടിയുടെ അവിടെയുള്ള വലിയ മേച്ചേരിക്ക്, പുതിയ മേച്ചേരിക്കാണ് വന്നിട്ടുള്ളത്. അവിടെ വണ്ടി പാർക്ക് ചെയ്യാനൊക്കെ സ്ഥലമുണ്ടല്ലോ. പിന്നെ അത് മാത്രമല്ല അത്യാവശ്യം നല്ല കളക്ഷനും ഉണ്ട്. പിന്നെ ആഡിസൈലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ കേട്ടാ ഞാൻ ചെരുപ്പൂരിനതല്ലേട്ടാ എൻ്റെ ഷൂവ് മറ്റോളാണ് ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അബിയേട്ടൻ പറഞ്ഞു നിനക്ക് എന്തിനാണ് ഈ ഷൂ മേടിച്ചെന്നുള്ളത്, ഇങ്ങനെ ഇടാനാണോ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ അത് കാരണം ഞാൻ അതേ വേഗം കയറ്റിയിട്ടു. അത്യാവശ്യം കുഴപ്പമില്ലാത്ത തിരക്കുണ്ടായിരുന്നുണ്ട് അവിടെ. പിന്നെ പിള്ളേരെ കാര്യം പിന്നെ പറയണ്ടല്ലോ, അവരവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞു കൊടുത്തതൊന്നല്ല അവർ ചെയ്യുക, അതിൻ്റെ അപ്പുറമായിരിക്കും കേട്ടോ അവന്മാർ ചെയ്യുക. അങ്ങനെ അവർക്ക് പറ്റിയൊരു കൂട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇടയിൽ. അപ്പോൾ ഞാൻ 1-2 ഷർട്ട് ഇങ്ങനെ നോക്കി. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഷർട്ട് വാവയ്ക്ക് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ അപ്പൂന്. ഇപ്പോഴൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് എടുക്കും. ഇത്തിരി കൂടി നാൾ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്മാർക്ക് സ്വന്തം ഇഷ്ടങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അപ്പോൾ അവരായിട്ട് എടുത്തോളും. ഇപ്പം നമുക്കൊരു ഇതാണ്, കൺഫ്യൂഷനാണ്. അവന്മാരാകുമ്പോൾ പിന്നെ അവന്മാരെ ഇതിന് ഇഷ്ടത്തിന് എടുത്തോളും. അങ്ങനെ ഞാൻ ടീഷർട്ടൊന്നും മാറിച്ചില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ കൂടെ തന്നെ ഇട്ട് കൊടുത്തോളൂ കേട്ടോ. അതിന് നിൽക്കും അവന്മാർ. ഞാൻ ഇട്ട് കൊടുക്കുമ്പോൾ തന്നെ ആ കയ്യെ ഏത് ഭാഗത്ത് ഇടണമെന്ന് വരെ എനിക്ക് ഡൗട്ടായി. അതുപോലെ തിരിഞ്ഞ് കളിക്കായിരുന്നു കേട്ടോ വാവ. അങ്ങനെ ഒരു കണക്കിന് ഒരുത്തൻ ഞാനിവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എങ്ങനെയുണ്ട് ഈ ഷർട്ട്, വാവയ്ക്ക് ഭംഗിയുണ്ടോ നിങ്ങൾ പറയട്ടാ. ഇതൊക്കെ കഴിഞ്ഞാലും അഭിയേട്ടൻ്റെ വക ഒന്നും കൂടിയും ഇട്ട് നോക്കൂട്ടാ. ഞാൻ ഫസ്റ്റത്തെ ചെക്കിങ്, മാസ്റ്റർ ചെക്കിങ് അഭിയേട്ടനാണ്.
അങ്ങനെ വാവര ഡ്രസ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പുക്കുട്ടൻ്റെ ഡ്രസ്സ് ഞാൻ അവിടെ ഒരു ബ്ലാക്ക് പോലത്തെ ഒരെണ്ണം എടുത്ത് വെച്ചിട്ടുണ്ട്. ബ്ലാക്ക് അല്ലല്ലോ, ഒരു ഡാർക്ക് ബ്ലൂ ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ അതും അപ്പുക്കുട്ടൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അഭിയേട്ടൻ ഇത് കഴിഞ്ഞിട്ട് അഭിയേട്ടന് ജസ്റ്റ് 1-2 ടീഷർട്ടും കാര്യങ്ങളൊക്കെ നോക്കി. പക്ഷെ അങ്ങേർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അങ്ങേര് അപ്പോൾ ഒരു കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. കുറേ നോക്കി അവസാനം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരാമെന്ന് പറയില്ലേ, അതേ മോഡലാട്ടാ. അങ്ങനെ അപ്പുക്കുട്ടന് എന്തുകൊണ്ടോ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പുക്കുട്ടന് പിന്നെ ചെരുപ്പിൻ്റെ സെക്ഷനിലാണ്. അവന് ഇങ്ങനെ ക്ലാസ്സിലൊക്കെ പോകുമ്പോഴേ കുട്ടികളൊക്കെ ഇങ്ങനെ പുതിയ മോഡലൊക്കെ ഇടുമ്പോൾ അവൻ പറയും, അമ്മ എനിക്ക് അങ്ങനത്തെ മോഡൽ വേണം, അങ്ങനത്തെ മോഡൽ വേണമെന്ന്. അവിടെ ഒരു കുട്ടി നടക്കുന്നുണ്ട്. അതിനിട്ട് നമ്മുടെ അപ്പുക്കുട്ടന് ഭാവിക്കും കിട്ടിയ കൂട്ടുകാരൻ. അത് നല്ല ഇവരെ വൈബ് ഒത്തിട്ടുള്ള കൂട്ടുകാരനാണ്. ഇവന്മാരെന്തായാലും റബ്ബർ പാല് കുടിച്ച പിള്ളേരാണ്. അതേപോലെ തന്നെ അവർക്ക് കളിക്കാൻ കിട്ടിയ കുട്ടിയും അതുപോലെ തന്നെ തുണിക്കട എന്നൊന്നും ഇവർക്കൊരു നോട്ടില്ല. ഉണ്ണികളല്ലേ, പറഞ്ഞിട്ടും കാര്യമില്ല, അവരുടെ പ്രായം അതാണ്. അപ്പോൾ അവർക്ക് കൂട്ടുകാരെ കിട്ടിയിട്ടുണ്ടെങ്കിൽ കളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഒരു ഇഷ്ടമല്ല, അത് അങ്ങോട്ട് വിട്ടുകൊടുത്തു. പിന്നെ ചെരുപ്പിട്ടിട്ട് ഈ ഓടി നടക്കുമ്പോൾ എനിക്ക് തന്നെ ഈ ഷൂ ഇട്ടിട്ട് ആ ഫ്ലോറിൽ നടക്കാൻ പറ്റുന്നുണ്ടായില്ല. ഞാൻ എന്തോ മറ്റേ സ്കേറ്റിങ്ങിന് പോണ പോലെയായിരുന്നു ഞാൻ നടന്നുകൊടുന്നത്. അപ്പോൾ അമ്മമാർ ഈ ചെരുപ്പിട്ടിട്ട് ഓടി നടക്കുമ്പോൾ വീടോന്ന് എനിക്കൊരു പേടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുഴപ്പമില്ല, വാവ 1-2 വട്ടം വീണു, വലിയ ഡേഞ്ചറൊന്നും ആയില്ല കേട്ടോ. പിന്നെ അഭിയേട്ടൻ കുറച്ച് ഷർട്ടും കാര്യങ്ങളൊക്കെ നോക്കി. അഭിയേട്ടൻ പറഞ്ഞു, എനിക്കുണ്ടല്ലോ ഷർട്ട്, ഞാൻ എന്നാലും വെറുതെ നോക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറച്ച് നേരം തട്ടിമുട്ടിയൊക്കെ നിന്നു. പിന്നെ നമുക്ക് നമ്മുടെ അഭിയേട്ടൻ്റെ ആൻറ്റീരെ മോൻ്റെ ഭാര്യ പ്രസവിച്ച് കിടക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആ ഉണ്ണീനെ കാണാൻ പോയിട്ടില്ല. അടുത്ത മാസം 3-ാം തീയതി ഉണ്ണീരെ പേരിടൽ വെച്ചിട്ടുള്ളത്. നമ്മൾ ഇത്ര നാളായിട്ട് പോയിട്ടില്ല കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അഭിയേട്ടൻ നേരെ ഉണ്ടായിരുന്നില്ല. പിന്നെ വണ്ടിയും കൊടുത്തു കൊടുക്കലായിരുന്നു ടെസ്റ്റിന്, പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം നമുക്ക് അവൾക്ക് 1-2 ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. പെൺകുട്ടിയാണ് കേട്ടോ. അപ്പോൾ നോക്കി എനിക്ക് ഒരുപാട് ഇഷ്ടമായി. എന്ത് നല്ല വെറൈറ്റി കളക്ഷൻസ് എന്ന് അറിയാം കുട്ടികളുടെ ഡ്രസ്സ് കാണാൻ. അപ്പോൾ എനിക്കതിൽ ഇഷ്ടപ്പെട്ട 2 ജോഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഇതെങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അങ്ങനെ കുട്ടികളുടെ ഷോപ്പിംഗ് ഒക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ ഡബിൾ ഹാപ്പി, അവർ ഓടി നടന്ന് കളിക്കുന്നുണ്ടല്ലേ. ഞാൻ പിന്നെ ഇവിടുന്ന് സാരിയും കാര്യങ്ങളൊന്നും നോക്കണില്ല. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയാറില്ലേ, നമുക്ക് സ്വന്തമായിട്ടൊരു ബ്രാൻഡ് ഉണ്ടെന്ന് നിതുവ ഞാനും എൻ്റെ പാർട്ട്ണറും മിഥുനും കൂടിയിട്ട് നടത്തുന്നതാട്ടാ. അപ്പോൾ അതിൽ ഓണം കളക്ഷനായിട്ട് പുതിയ ഡ്രസ്സുകൾ നിറയെ പുതിയ മോഡൽ സാരികൾ സെറ്റുമുണ്ട്. അതുപോലെ തന്നെ ബോയ്സിന് ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് നല്ല ധോത്തി ഷർട്ടൊക്കെ വന്നിട്ടുണ്ട്. കോംബോ സെറ്റൊക്കെ പറയില്ലേ നമ്മളിപ്പോൾ തെയ്യത്തിൻ്റെ ഒക്കെ കഥകളി അങ്ങനത്തെ ഒക്കെ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു ജോഡി അഭേടനം എടുത്തിട്ടുണ്ട്. പിന്നെ ഞാനും ഒരു സെറ്റ് സാരിയും അതുപോലെ തന്നെ ഒരു ടിഷ്യൂൻ്റെ സാരിയും ഞാൻ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് സാരി ഞാൻ എടുക്കാറില്ല. നമ്മുടെ നിതുവ ബ്രാൻഡ് തുടങ്ങിയ പിന്നെ ഞാൻ ഫുള്ള് നമ്മുടെ ബ്രാൻഡിൽ നിന്ന് തന്നെയാട്ടോ എടുക്കാറ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ബ്രാൻഡും കാര്യങ്ങളിൽ നിന്ന് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ അടിയിൽ ഇൻസ്റ്റാഗ്രാം പേജും അതുപോലെ തന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കാട്ടോ. ഇന്നത്തെ നമ്മുടെ ഷോപ്പിംഗ് വ്ളോഗ് എങ്ങനെയുണ്ട്? അങ്ങനെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോപ്പിംഗ് വ്ളോഗ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. നമുക്കിനി ഉണ്ണിനെ കാണാൻ പോകണം. അത് പിന്നെ അടുത്തൊരു വീഡിയോയിൽ പറയാം കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ ബൈ, ടാറ്റാ.